നമ്മുടെ ചോക്ലേറ്റും കപ്പിളിൻ്റെയും കൂടെ മിക്സ് ചെയ്ത സാധനം റെഡി ആയിട്ടുണ്ടല്ലോ. നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാവേ കൊള്ളാവൂലേ എന്ന് തിന്ന് നോക്കിയിട്ട് പറയാം. കൊള്ളാം, കുഴപ്പമില്ല. ചോക്ലേറ്റിൻ്റെയും കപ്പിളിൻ്റെയും ഒരു ശകലം നെയ്യ് കൈ തടവിട്ടാണ് ഇത് ബോളാക്കിയത്. മൂന്നിൻ്റെ ടേസ്റ്റ് കൂടെ മിക്സ് ആയപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം സാധനം. ഓക്കെ, ബൈ. എൻ്റെ ഇരിക്കുന്ന ചോക്ലേറ്റ് ഒരുക്കാൻ വേണ്ടി ഞാൻ വെള്ളം നല്ലോണം ചൂടാക്കിയിട്ടുണ്ട്. നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡാണ് ചെയ്യുന്നത്. ഞാൻ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് നല്ല രീതിയിൽ തിളച്ച് വന്നാൽ മാത്രമേ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ആയിക്കിട്ടുള്ളൂ. നമുക്കത് മെൽറ്റ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പാത്രം ഒന്ന് ചേഞ്ച് ചെയ്ത് ഞാൻ ചെറിയ സ്റ്റീലിൻ്റെ ബൗൾ മാറ്റിയിട്ട് ഈ വെടിക്കകത്തോട്ടാക്കിയതാണ്. ചോക്ലേറ്റ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഞാൻ മംഗ്ലീഷാണ് പറയുന്നതെന്ന് എനിക്കറിയാം. കുറച്ച് ഇംഗ്ലീഷും കുറച്ച് മലയാളം രണ്ടും കൂടെ മിക്സ് ചെയ്തു. ഭയങ്കര ഹാർഡ് ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ. അന്നേരം പിന്നെ കഴിക്കാനൊരു ടേസ്റ്റ് ഇല്ല. അതുകൊണ്ട് എനിക്കൊരു കപ്പിളിൻ്റെ ഇരിക്കുന്ന ചോക്ലേറ്റ് ഇരിക്കുന്ന, അതുകൊണ്ട് കപ്പിളിൻ്റെയും ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്ത് ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ തിന്നാനും അത് സോഫ്റ്റും ആവും. കട്ടിയും കാണത്തില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കപ്പിളിൻ്റെ തോലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ടേ. നമ്മുടെ ചോക്ലേറ്റ് ഉരുക്കിയത് ഉണ്ടാക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും അതുകൊണ്ട് വെയിലൊക്കെ മിക്സ് ചെയ്തെടുക്കാം. മിക്സിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മിക്സിങ് കഴിഞ്ഞു. ഇത് ചൂടാറിയ ശേഷം ചെറിയ ഇങ്ങനെ എൻ്റെ ചോക്ലേറ്റ് പീനട്ട് ബോൾ റെഡി ആയിട്ടുണ്ടോ. എനിക്ക് ഉണ്ട പിടിക്കാനെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന രീതിയിൽ എങ്ങനെയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയ ചൂടോടെ പിടിച്ചുകൊണ്ട് ഉണ്ടയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ശകലം നെയ്യ് കയ്യിൽ തേച്ചതിന് ശേഷമാണ് ഇത് ബോളാക്കാൻ. ഈ കയ്യിൽ ഇങ്ങനെ ഒട്ടി പിടിക്കുന്നത് ഒറ്റയ്ക്കുള്ളതുകൊണ്ട് പിന്നെ ഒരു കയ്യിലേക്ക് ഫോണും ഒരു കൈ ഇതെല്ലാം ഉണ്ടാക്കുന്നതുകൊണ്ട് വീഡിയോ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. എല്ലാം ചെയ്തതിന് ശേഷം കുറച്ച് ബോളേ ഉള്ളൂ കേട്ടോ. കയ്യിലെ ചോക്ലേറ്റും തീർന്ന് കപ്പിളിൻ്റെയും തീർന്ന്. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്ത് കമൻറ്റും ചെയ്യണം, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ ചോക്ലേറ്റ് നെയ്യ് ഇട്ടുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കറക്റ്റ് ഷേപ്പിൽ കിട്ടുന്നത്. കറക്റ്റ് ഷേപ്പാണോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് കിട്ടുന്നുണ്ടോ. ഇച്ചിരി വലുതാണ് ഇട്ടത്. എനിക്ക് ഇച്ചിരി കൂടെ ചെറുതാക്കാൻ തോന്നി. അതിന് ചെറുതും കൂടെ ആക്കാം. ചെറിയ ബോൾസ്. ഇത് ഭയങ്കര വലിയതായിപ്പോയി ഉണ്ടോ. ഇങ്ങനെ വലിയ ബോളായിപ്പോയി. നല്ലോണം തണുത്തപ്പം ബോളാക്കുന്നുണ്ട്. ഞാൻ ആദ്യം ചെറിയ ചൂടോടാണ് ആക്കിയത്. ചെറിയ ചൂടുണ്ടാണ്ട് കയ്യിൽ പൊള്ളലായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വലിയ ബോളായിട്ടാണ് പിടിച്ചത്. ചെറുതാണ്, കഴിക്കാനും എളുപ്പമാണ്. ഇതിൽ പുളിമുട്ടായി പിടിച്ചിരുന്നാണ് കഴിയുന്നല്ലേ. ഭയങ്കര ഡാർക്കായിരുന്നു കേട്ടോ ഈ ചോക്ലേറ്റ്. ഓരോരുത്തർക്ക് ഓരോ ഷേപ്പ് ഉണ്ടാക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കും. എനിക്കൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പെർഫെക്റ്റ് ആയില്ലെങ്കിൽ അറിയാവുന്ന രീതിയിലൊക്കെ ചെയ്യാം. ഇങ്ങനെയൊക്കെയല്ലേ നമ്മളൊക്കെ ഓരോന്നൊക്കെ പഠിക്കുന്നതല്ലേ. കപ്പലിൻ്റെ തിന്നാൻ മേടിക്കുന്ന കപ്പലിൻ്റെയാണ് മുട്ടായി. അങ്ങനെ തന്നെ
ഭയങ്കര ഡാർക്കായിപ്പോയി. ചോക്ലേറ്റ് മിഠായിട്ട് കഴിക്കാൻ പറ്റില്ല, ഭയങ്കര ഡാർക്കായി അങ്ങനെ ആയിരിക്കും. ഡയറി മിൽക്കെല്ലാം ഇതൊന്നും ചെയ്യാൻ കാണത്തില്ല, നിമിഷം നേരം കൂടെ സാധനം തീർന്നാനേട്ടോ. അത് ഇത്രയും ഡാർക്ക് ചോക്ലേറ്റാണ് ഇത് ഇത്രയും ദിവസം ഇവിടെ ഇരുന്നത്. എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഡയറി മിൽക്ക് തന്നെയാണ്. അതും റെഡിയായി.